തമിഴ്നാട് കരൂർ വേലുച്ചാമിപുരത്ത് തമിഴക വെട്രിക്കടകം പ്രസിഡന്റും നടനുമായ വിജയുടെ രാഷ്ട്രീയ റാലിയിലെ ആൾക്കൂട്ട ദുരന്തത്തിന് വഴിവെച്ചത് സംഘാടകരുടെ പിഴവും പിടിപ്പുകേടുമെന്ന് പോലീസ്. നടനെത്താൻ മണിക്കൂറുകൾ വൈകിയതും അനുവദിച്ചതിലും അധികമായെത്തിയ അനിയന്ത്രിതമായ ആൾക്കൂട്ടവും അപകടത്തിലേക്ക് നയിച്ചു. 40 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ TVKയിലെ രണ്ടാമനും വിജയുടെ വിശ്വസ്തനുമായ ജനറൽ സെക്രട്ടറി N ആനന്ദ് അടക്കം 3 നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ വിജയ്ക്കെതിരെ ഒരു വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം തുടങ്ങി ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ച് റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശൻ തെളിവെടുത്തു. കരൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 40 മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മരിച്ചവരിൽ 17 സ്ത്രീകളും പുരുഷന്മാരും 10 കുട്ടികളുമാണ്. 10,000 പേരെ പങ്കെടുപ്പിച്ചുള്ള റാലിക്കാണ് അനുമതി തേടിയത്. 5,000 പേർ ഉൾക്കൊള്ളാവുന്നിടത്ത് എത്തിയത് 30,000 പേർ. ശനിയാഴ്ച രാവിലെ 8 മുതലേ ജനം എത്തിത്തുടങ്ങി. നിബന്ധനകളോടെ വേലുച്ചാമിപുരത്ത് പകൽ 1:30 പരിപാടി നടത്താനാണ് കോടതി അനുമതി നൽകിയത്. എന്നാൽ വിജയ് പകൽ എത്തുമെന്ന് TVK നേതാക്കൾ ആളുകളെ ധരിപ്പിച്ചു. എത്തിയതാകട്ടെ രാത്രി 7-ന്. അതിനു മുമ്പുള്ള നാമക്കല്ലിലെ റാലിക്ക് രാവിലെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും വിജയ് ചെന്നൈയിൽ നിന്നും പുറപ്പെട്ടത് തന്നെ രാവിലെയാണ്. മന്മംഗലം, പരമണിവേളൂർ എന്നിവിടങ്ങളിലും റോഡ് ഷോ ഉണ്ടായിരുന്നു. വേലുച്ചാമിപുരത്ത് രാവിലെ തന്നെ കടകളും മറ്റ് സ്ഥാപനങ്ങളും അടച്ചിരുന്നതിനാൽ വെള്ളം പോലും കിട്ടിയില്ല. ചൂട് കാരണം ആളുകൾ തളർന്നു വീണു തുടങ്ങി. റാലിയുടെ അകമ്പടി വാഹനങ്ങൾ വന്നപ്പോഴുണ്ടായ തിരക്കിൽപ്പെട്ട് ഓടയിൽ വീണും ചവിട്ടേറ്റും നിരവധി പേർക്ക് പരിക്കുപറ്റി. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് നിലവിളി ഉയർന്നു. അത് കേട്ട് നടൻ ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പി എറിഞ്ഞുകൊടുത്തപ്പോഴുണ്ടായ തിക്കും തിരക്കും വിനയായി. റാലിക്കായി 23-നാണ് അപേക്ഷ നൽകിയതെന്ന് ADGP ഡേവിസൺ ദേവാശീർവാദം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കരൂർ ലൈറ്റ് ഹൌസ് മൈതാനത്ത് നടത്തണമെന്ന ആവശ്യമായിരുന്നു. പെട്രോൾ പമ്പ് സമീപത്തുള്ളതിനാൽ നിരസിച്ചു. ആളുകൾ പോസ്റ്റിലും ട്രാൻസ്ഫോമറുകളിലും മരച്ചില്ലകളിലും കയറിയതോടെ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ കൂടിയേനെ, ADGP പറഞ്ഞു. കരൂർ റൗണ്ടിൽ വേലുച്ചാമിപുരത്തേക്കുള്ള 200 മീറ്റർ താണ്ടാൻ 1 മണിക്കൂർ എടുത്തു. ഇതിനിടെ വിജയ് 10 മിനിറ്റ് തുറന്ന ബസ്സിനകത്തായിരുന്നു. നടനെ കാണാൻ ഇരുഭാഗത്തു നിന്നും ആളുകൾ തിക്കിത്തിരക്കിയതോടെ സ്ഥിതി നിയന്ത്രണ വിധേയമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം K ബാലകൃഷ്ണൻ, R സച്ചിദാനന്ദം MP എന്നിവർ ആശുപത്രിയിലെത്തി. TVKയുടെ റാലി തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി ഞായറാഴ്ച അടിയന്തരമായി കേൾക്കാൻ ഹൈക്കോടതിയിൽ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് റദ്ദാക്കി. വിജയ് കരൂരിലെ വീടുകൾ സന്ദർശിക്കുമെന്നും അറിയിച്ചു.